ഡൊണാൾഡ് ട്രംപ് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. അദ്ദേഹം താഴോട്ട് വന്നത് ഇപ്പോൾ വേറൊന്നുമല്ല, ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ 75ാമത് ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളും അവരും തമ്മിൽ നല്ല അലോസരത്തിൽ നിൽക്കുന്നതാണ്, ഉരസി നിൽക്കുന്നതായിരുന്നു. പക്ഷേ ആ ഉരസലിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദി താങ്ക്സ് പറഞ്ഞു. അപ്പോൾ വീണ്ടും അദ്ദേഹം നമ്മുടെ ട്രംപ് ആശാൻ പറഞ്ഞു, അതായത് ഉക്രൈൻ റഷ്യ സമരം ഉണ്ടല്ലോ, വലിയ കോൾഡ് വാർ നടക്കുകയല്ലോ, ശീതസമരം നടക്കുകയല്ലോ, ആ സമരത്തിൽ ഒന്ന് ഡൈലൂട്ട് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് വളരെ സന്തോഷമാണ് എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതിനും എണ്ണയുടെ അളവ് 24% 40% ആക്കിയതിലൊക്കെ വലിയ എതിർപ്പുണ്ട് ട്രംപിന്. അതുകൊണ്ടാണല്ലോ നമുക്ക് തീരുവ ഏർപ്പെടുത്തിയത്. ആദ്യം 25% തീരുവ ഏർപ്പെടുത്തി, പിന്നെ 50% തീരുവയായി, പല വിഷയങ്ങൾക്ക് 100% തീരുവയായി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആളുകളെ അവിടെ കയറ്റാതായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി ട്രംപ് ഈ എണ്ണയുമായി ബന്ധപ്പെടുത്തി. അതിൻ്റെ പ്രധാന കാരണം ഇറാൻ്റെയും സൗദി അറേബ്യയിലെയും എണ്ണ കമ്പനികൾ അമേരിക്കയാണ് നടത്തുന്നത്. ആ കമ്പനികളിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നു, അത് നിർത്തി നമ്മൾ കുറച്ചുകൊണ്ട് റഷ്യയിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിസന്ധിയുണ്ട്, അതിൻ്റെ വിഷമങ്ങളുണ്ട്. നമ്മളുമായിട്ട് ആദ്യം നമ്മൾ ഉപരോധം ഏർപ്പെടുത്തി, നമ്മൾ ഉപരോധം മൈൻഡ് ചെയ്തില്ല. ആദ്യം 25% 50% എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ ഉപദ്രവിച്ചു. പക്ഷേ അപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യാതെ നമ്മൾ ചൈനയുമായും വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറഞ്ഞിട്ട് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സംവിധാനങ്ങൾ, മെയ്ക്ക് ഇൻ ഇന്ത്യ, ഇങ്ങനെ നമ്മൾ വേറൊരു ചാനലിലേക്ക് ഇന്ത്യ പോയി. ആ ചാനലിലേക്ക് പോയപ്പോൾ അമേരിക്കൻ നയതന്ത്രജ്ഞരും അമേരിക്കയിലെ വിദേശകാര്യ വിദഗ്ധരും ഒക്കെ പറഞ്ഞു, ഇത് അബദ്ധമാണ്, ഇന്ത്യയെ സൂക്ഷിക്കണം, ഇന്ത്യ വീണ്ടും ശക്തമായി വളരുകയാണെന്ന് പറഞ്ഞപ്പോൾ ട്രംപ് താഴേക്ക് വന്നു. നമ്മളുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മച്ചാമച്ചയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി ഇവിടെ വന്നു. ഇവിടെ ചർച്ചകൾ നടക്കുന്നു. വരും ദിവസങ്ങളിൽ വ്യാപാര കരാറുണ്ടാകുമെന്ന് മനസ്സിലാവുന്നു. ഗോയലിനെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിനെ കണ്ടു, ചർച്ചകൾ നടന്നു. അപ്പോൾ എന്തായാലും വളരെ നല്ല രീതിയിലുള്ള ഒരു മൊമെൻ്റമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നോക്കാം, ട്രംപ് വീണ്ടും താഴേക്കാണ് വരുന്നത്. എന്ത് തന്നെയായിരുന്നാലും നമുക്ക് നന്നായി ഒന്ന് ശ്രമം നടത്താം. ഇന്ത്യയുടെ പേര് വളരെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ചൈന ഇന്ത്യ റഷ്യ ബന്ധത്തിൽ വലിയ രീതിയിലാണ് ഇന്ത്യയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതിൽ നമ്മുടെ അമേരിക്കയുടെ ഇടപെടൽ എത്ര കണ്ട് വരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇന്ന് ട്രംപ് മോഡിയെ വിളിച്ചൊരു സൗഹൃദ സംഭാഷണവും ബർത്ത്ഡേ വിഷസും ഒക്കെ പറഞ്ഞ് അത്ര കണ്ട് മഞ്ഞ് ഉരുകിയിട്ടുണ്ട്.